നമസ്കാരം. നമ്മുടെ കേരള സർക്കാർ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണല്ലോ. അതിനോട് എത്ര പേർക്ക് യോജിപ്പുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിടുന്നത്. നമ്മളത് ശരിക്കും ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ എത്രയോ കാലമായിട്ട് സമത്വത്തിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട്. കുറേ കാര്യങ്ങളിൽ നമ്മൾ സമത്വം നേടിയിട്ടുമുണ്ട്, അതുപോലെ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രഖ്യാപനം അത് ഇലക്ഷന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ വോട്ട് കിട്ടും എന്ന് കരുതിയിട്ട് രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പ്രഖ്യാപനമായിരിക്കാം. എന്നാൽ പോലും ഇത് സൗജന്യം എന്ന് കേട്ട ഉടനെ നമ്മളെല്ലാവരും സന്തോഷിച്ചുകൊണ്ട് ആ സൗജന്യത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്ത്രീ സമൂഹം എത്രമാത്രം പിന്നോട്ടടിക്കപ്പെടും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ജോലിയിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിലായിക്കോട്ടെ എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പ്രാതിനിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പുരുഷന്മാരെപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു സൗജന്യം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സമീപിച്ചതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടാത്ത ഈ സൗജന്യം നമ്മൾക്കെന്തിനാണ്? അത് തന്നെ നമ്മൾ പിന്നോട്ടടിക്കുന്നതിന് തുല്യമല്ലേ? ഇത്രയും ദുരഭിമാനികളായിട്ടുള്ള സ്ത്രീകളാണോ നാട്ടിലുള്ളത്? ഒരു സൗജന്യം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കാതെ ഓടിച്ചെന്ന് ആ സൗജന്യം സ്വീകരിക്കുക എന്നുള്ളത് അത് എത്രമാത്രം സ്ത്രീകളെ എത്ര വർഷത്തേക്ക് പിന്നോട്ടടിക്കും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ സമത്വം വേണം, ഗവൺമെൻറ് ജോലിയിൽ സമത്വം വേണം. ഇന്നാൾ നമ്മുടെ ഊർവശി ചേച്ചി, അഭിനേത്രിയായിട്ടുള്ള ഊർവശി ചേച്ചി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പ്രയോഗമാണ് അവർക്ക് അന്ന് ഇഷ്ടപ്പെടാതിരുന്നത്. മാഡം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അഭിനയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയാണല്ലോ. അങ്ങനെയുള്ള സമയത്ത് ലേഡി സൂപ്പർ സ്റ്റാർ, ആണുങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ എന്നുള്ള ഈ പ്രയോഗം തന്നെ തെറ്റല്ലേ? സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആയില്ലേ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കുറേ ആയിട്ട് കാണുന്നുണ്ട് ഈ പരസ്യങ്ങളിലും മറ്റുമൊക്കെ കിച്ചണിൽ ആണുങ്ങൾ പണിയെടുക്കുന്നു, പുറത്ത് ജോലിക്ക് സ്ത്രീകൾ പോയിട്ട് വരുന്നു, സ്ത്രീകളെ വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിലും കൈ കൊണ്ട് തുണി അലക്കിപ്പിക്കുന്ന ഭാര്യമാരുണ്ട്. അങ്ങനെയൊക്കെ കുറേ ആയിട്ട് നമ്മൾ ഇപ്പം സമത്വം പല രീതിയിലും സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, വീട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ശമ്പളം വാങ്ങുന്ന അഭിമാനികളായിട്ടുള്ള സ്ത്രീകൾ, അതല്ലെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും സൗജന്യമായിട്ട് ഈ KSRTCയിൽ ഗവൺമെൻറ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 138 കോടിയോ മറ്റാണ് നഷ്ടം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ KSRTC നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മനഃപൂർവ്വം നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിന് ഇങ്ങനെ ഒരു നഷ്ടം വരുത്തി വയ്ക്കണോ? എല്ലാവരും ബസ്സിന് പൈസ കൊടുത്ത് പോവുകയാണെങ്കിൽ ആ പണം വൃദ്ധരായിട്ടുള്ളതോ കുട്ടികൾക്കോ ആയിട്ടുള്ള എന്തെങ്കിലും പദ്ധതികൾക്ക്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും പദ്ധതികൾക്ക് ആ പൈസ ചിലവാക്കിക്കൂടെ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിനും നമ്മുടെ നാടിനും അത് എത്ര മുന്നേറ്റമായിരിക്കും. നമ്മൾ ഈ സൗജന്യം എന്ന് കേട്ട ഉടനെ ഇത്രയധികം സ്ത്രീകൾ എത്ര പേരാണ് യാത്ര ചെയ്യുന്നത്. 50,000 60,000 ശമ്പളം വാങ്ങുന്ന, ആണുങ്ങളുടെ ഒപ്പം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളുണ്ട്, മറ്റെല്ലാ സ്ഥലത്തും ജോലിക്ക് പോകുന്നവരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, അല്ലാത്ത വീട്ടമ്മമാരുണ്ട്. അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മളുടെയാണ്. അപ്പോൾ അവരെ അങ്ങനെ നഷ്ടത്തിലാക്കാൻ പാടില്ല. അത് മാത്രമല്ല, നമ്മൾ സമത്വം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് വേണ്ടാത്തത് ഞങ്ങൾക്കും വേണ്ട. അപ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ സൗജന്യം പറ്റുന്ന സമയത്ത് നമ്മൾ സൗജന്യം പറ്റി ജീവിക്കേണ്ട ഒരു ആളുകളാണ്, അത്രയും അബലകളായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ സ്വയം പര്യാപ്തതയില്ലാത്ത ആളുകളാണ്, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ആളുകളാണെന്നുള്ള ഒരു ചിന്ത സ്ത്രീകളുടെ ഉള്ളിൽ തന്നെ വരികയും അതുപോലെ തന്നെ നമ്മൾ ആ തരത്തിലേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്യും എന്നുള്ളത് അഭിമാനികളായിട്ടുള്ള സ്ത്രീകൾ അത് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളിതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്? നമുക്ക് യാത്ര ചെയ്യാം, ഒരു സൗജന്യം വേണ്ട, ആണുങ്ങൾക്കില്ലാത്ത ഒരു സൗജന്യം നമുക്കും വേണ്ട, നമ്മുടെ മക്കൾക്കും വേണ്ട. അഭിമാനികളായിട്ട് സ്വന്തം ചിന്തയോടുകൂടിയും എന്താ പറയുക, സ്വന്തമായിട്ടുള്ള കഴിവോടുകൂടിയും പ്രവർത്തിക്കുന്ന സ്ത്രീകളായിട്ട് നമുക്ക് ജീവിക്കാം. നമസ്തേ.